വെൽക്കം യു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എന്നറിയും മുൻപ് നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള റൂൾസ് എന്തൊക്കെയാണ് റൂൾസ്? രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു 2x2 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് മെട്രിക്സും ഇത് സെക്കൻഡ് മെട്രിക്സുമാണ്. ഫസ്റ്റ് മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ഡെഫിനിറ്റ്ലി ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും അത് തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മുടെ സെക്കൻഡ് മെട്രിക്സും ഒരു 2x2 മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ രണ്ട് മെട്രിക്സുകളും 2x2 മെട്രിക്സ് ആണ്. കണ്ടീഷൻ നോക്കുമ്പോൾ അതെ, ഫസ്റ്റിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 2x2 മെട്രിക്സിനെ മറ്റൊരു 2x2 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു m/n മെട്രിക്സിനെ ഒരു n/p മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് m/p ആയിരിക്കും. ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും കൂടെ ചേർന്നാണ് റിസൾട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഓർഡർ ഡിസൈഡ് ചെയ്യുന്നത്. ഇത് ജനറൽ റൂൾ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് 2x2 മെട്രിക്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം, ഒരു 2x2 മെട്രിക്സിനെ മറ്റൊരു 2x2 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ എങ്ങനെയാണ്? ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് C11 എന്ന റിസൾട്ടൻ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുന്നത്. അതായത് C11 എന്ന റിസൾട്ടിലെ ഫസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടുത്തെ റോ എടുക്കുക, അതായത് A11, ഈ എലമെൻറ്റിനെ ഈ എലമെൻറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21. അപ്പോൾ നമുക്ക് എഴുതാം A12 ഇൻറ്റു B21. അതായത് ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് C11 എന്ന ഫസ്റ്റ് എലമെൻറ്റ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് എലമെൻറ്റായ C12 എങ്ങനെ കണ്ടുപിടിക്കാം? C12 കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ റോയിനെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് A11 ഇൻറ്റു B12 പ്ലസ് A12 ഇൻറ്റു B22. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ when multiplied with first column gives the first element of the result. When the same first row is multiplied with the second column of second matrix, you will get this element. What about this? ഈ തേർഡ് എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദ ഫസ്റ്റ് കോളം. എങ്ങനെ? A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. അതേപോലെ second row and second column.
A21 ഇൻറ്റു B12 പ്ലസ് A22 ഇൻറ്റു B22. അത് ചെയ്ത് കഴിയുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. അപ്പോൾ എൻ്റെ ചോദ്യം, മൊത്തം എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു റിസൾട്ട് കിട്ടിയത്? ഞാൻ ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് എഴുതാം. A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21 will give me C11. Now C12 can be written as A11 into B12 plus A12 into B22. Again C21 can be written as A21 into B11 plus A22 into B21. Similarly, C22 can be written as A21 into B12 plus A22 into B22. ഓക്കെ, അപ്പോൾ ഇത്രയും മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യുമ്പോഴാണ് എനിക്ക് റിസൾട്ടിലെ ഈ 4 വാല്യൂസ് കിട്ടുന്നത്. എത്ര മൾട്ടിപ്ലിക്കേഷൻസ്? 1, 2, 3, 4, 5, 6, 7 and 8. 8 മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്തെങ്കിലേ എനിക്കൊരു 2x2 മെട്രിക്സിനെ മറ്റൊരു 2x2 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം. ഇനിയും എന്തുകൊണ്ട് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വന്നു എന്ന് പറയാം. നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കോംപ്ലക്സിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് n³ ആണ്. ക്യൂബിക് കോംപ്ലക്സിറ്റിയാണ് നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുള്ളത്. വളരെ കൂടുതലാണ് ഈ കോംപ്ലക്സിറ്റി. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി റിഡ്യൂസ് ചെയ്യുവാൻ വേണ്ടി സ്ട്രാസൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ പുതിയൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അൽഗോരിതം ഇൻവെൻറ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ അൽഗോരിതം അനുസരിച്ച് 8 മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ട, പകരം വെറും 7 മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് 2 2x2 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കാം. അതായത് നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതം 8 മൾട്ടിപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് റിസൾട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അൽഗോരിതം വെറും 7 മൾട്ടിപ്ലിക്കേഷൻസ് കൊണ്ടാണ് 2 2x2 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. തന്നെയുമല്ല, കോംപ്ലക്സിറ്റി വളരെ കുറവുമാണ്. കമ്പാരിറ്റീവ്ലി നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ അപേക്ഷിക്കുമ്പോൾ സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അൽഗോരിതത്തിന് കോംപ്ലക്സിറ്റി കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, റിസൾട്ടൻ്റ് മെട്രിക്സ് ആയ C കണ്ടുപിടിക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന ഒരു ഇക്വേഷനാണിത്. ഈ ഇക്വേഷൻ അനുസരിച്ച് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് C11, C12, C21, C22 ഇതാണല്ലോ റിസൾട്ടിൻ്റെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡുകൾ. C11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്, ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ്, സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ C11 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. M1 പ്ലസ് M4 മൈനസ് M5 പ്ലസ് M7. അതേപോലെ C12 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് M3 പ്ലസ് M5. C21 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് M2 പ്ലസ് M4. C22 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് M1 പ്ലസ് M3 മൈനസ് M2 പ്ലസ് M6. ഇനി എന്താണ് ഈ M1, M2, M3, M4, M5, M6 ആൻഡ് M7? എന്തൊക്കെയാണിത്? ഇത് 7 കോൺസ്റ്റൻസ് ആണ്. ഈ 7 കോൺസ്റ്റൻസിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം. 7 കോൺസ്റ്റൻസിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ M1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കുക. M1ൻ്റെ ഇക്വേഷനാണ്
M1 is equal to A11 plus A22 into B11 plus B22. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്. ഇത് മെട്രിക്സ് എ, ഇത് മെട്രിക്സ് ബി ആണല്ലോ. മെട്രിക്സ് എയും മെട്രിക്സ് ബിയും. മെട്രിക്സ് എയുടെ എലമെൻറ്റുകൾ എനിക്കിങ്ങനെ എഴുതാം. A11, A12, A21, A22. അതേപോലെ B11, B12, B21, B22. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ എലമെൻറ്റുകൾ മെട്രിക്സ് എയുടെയും ബിയുടെയും. അങ്ങനെയെങ്കിൽ M1ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? M1 പറയുന്നു A11 പ്ലസ് A22, അതായത് ഇത് രണ്ടും, ഇൻറ്റു B11 പ്ലസ് B22, അതായത് ഇത് രണ്ടും. അപ്പോൾ ഡയഗണൽ എലമെൻറ്റുകളെ ആഡ് ചെയ്തിട്ട് ആ സമ്മുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെ? A11 പ്ലസ് A22 ഇൻറ്റു B11 പ്ലസ് B22. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റുകളെ സം ചെയ്തിട്ട് ഈ രണ്ട് എലമെൻറ്റുകളെ കൂടി നമ്മൾ സം ചെയ്യും. അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റിൻ്റെ സമ്മം കണ്ടുപിടിക്കണം, ഈ ഡയഗണൽ എലമെൻറ്റിൻ്റെ സമ്മം കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവരെ രണ്ടുപേരും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് M1 is equal to A11 plus A22 into B11 plus B22. മനസ്സിലായോ? ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് M1 കിട്ടും. ക്ലിയർ. ഇനി എനിക്ക് M2, M3, M4, M5 ഇത്രയും വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 4 വാല്യൂസ് കണ്ടുപിടിക്കാനുള്ളൊരു സീക്രട്ട് കോഡാണ് ഇത്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഇതുപോലെ പഠിച്ചേ പറ്റുള്ളൂ. ഇക്വേഷൻസിനെ ഓർത്തിരിക്കാനുള്ളൊരു സീക്രട്ട് കോഡ് മാത്രമാണിത്. ഇതിൽ BAAB എന്ന് എഴുതിയിട്ടുണ്ട്. BAAB എന്ന് പറഞ്ഞാൽ M2, M3, M4 ആൻഡ് M5 ഈ 4 വാല്യൂസ് കണ്ടുപിടിക്കാനായി ആദ്യത്തെ ഇക്വേഷനിൽ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് ഇക്വേഷനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തേർഡ് ഇക്വേഷനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോർത്ത് ഇക്വേഷനെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് BAAB. M2 കണ്ടുപിടിക്കാൻ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. M3 കണ്ടുപിടിക്കാൻ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. M4 കണ്ടുപിടിക്കാൻ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. M5 കണ്ടുപിടിക്കാൻ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇതാ നോക്കിക്കേ, ഓരോന്നും കണ്ടുപിടിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്? BAAB. ശരി, പക്ഷേ B11, A11, B22, A22 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെ അറിയും? അത് താണ്ട് ഇതങ്ങ് ഓർത്തിരിക്കുക. അതായത് ഡയഗണൽ എലമെൻറ്റുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ B11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ B22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ A11 കൊണ്ടോ A22 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഒന്നുകിൽ സഫിക്സ് 11 ആയിരിക്കാം, അല്ലെങ്കിൽ സഫിക്സ് 22 ആയിരിക്കാം. നോക്കിക്കേ, ഒന്നുകിൽ B11 അല്ലെങ്കിൽ B22, അല്ലെങ്കിൽ A11 അല്ലെങ്കിൽ A22. ഇനി എവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ഇക്വേഷനെ B കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് ഇക്വേഷനെ A കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. തേർഡ് ഇക്വേഷനെയും A കൊണ്ട്, ഫോർത്ത് ഇക്വേഷനെ B കൊണ്ട്. ആദ്യത്തെ ഇക്വേഷനെ 1 കൊണ്ടാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷനെയും 1 കൊണ്ട്, തേർഡ് ഇക്വേഷനെ 2 കൊണ്ടും, ഫോർത്ത് ഇക്വേഷനെ 2 കൊണ്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ B11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ A11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, തേർഡ് ഇക്വേഷനെ A22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫോർത്ത് ഇക്വേഷനെ B22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ക്ലിയറായി. അപ്പോൾ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. ബ്രാക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂസ് എഴുതുന്നത്? അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ B ടേം ആണെങ്കിൽ ഉറപ്പായിട്ടും ബ്രാക്കറ്റിൽ A ടേംസ് ആയിരിക്കും. ഇവിടെ A ടേം ആണെങ്കിൽ ഉറപ്പായും ബ്രാക്കറ്റിൽ B ടേംസ് ആയിരിക്കും. അപ്പോൾ ആ റിലേഷനും മനസ്സിലായി. ശരി, ഇനി ബ്രാക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂസ് എഴുതുന്നത്? A വാല്യൂകളാണെങ്കിൽ അവരെ എപ്പോഴും ആഡാണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, A വാല്യൂസ് ആണെങ്കിൽ എപ്പോഴും ആഡാണ് ചെയ്യേണ്ടത്. B വാല്യൂസ് ആണെങ്കിൽ അവരെ എപ്പോഴും സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റൂള് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെ അറിയാം നമുക്ക്? ഇവിടെ ഏത് ടേമുകൾ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇവിടുത്തെ ടേം അറിയാമെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ഏത് ടേമുകളാണ് വരുന്നതെന്ന് നോക്കി അവരുടെ സൈനും പറഞ്ഞു.
ഇനി ഈ വാല്യൂസ് ഏതാണ് എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അതിനാണ് ഇവിടെ നമ്പേഴ്സ് ഇട്ടിരിക്കുന്നത്. 1, 2, 3 and 4. ഫസ്റ്റ് ഇക്വേഷന് ഇത് രണ്ടുമാണ് എടുക്കുന്നത്. എങ്ങനെ നോക്കിക്കേ, a21 പ്ലസ് a22, a21 പ്ലസ് a22. സെക്കൻഡ് ഇക്വേഷന് ഇങ്ങനെ എടുക്കുക, ഡയറക്ഷൻ നോക്കിക്കോണം. സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് b12 മൈനസ് b22, b12 മൈനസ് b22. തേർഡ് ഇക്വേഷനെ ഇങ്ങനെ എടുക്കുക, അതായത് b21 മൈനസ് b11. ഫോർത്ത് ഇക്വേഷനെ ഈ ഡയറക്ഷനിൽ എടുക്കുക, അതായത് a11 പ്ലസ് a12. ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ എഴുതുന്നേ. m2, m3, m4, m5 4 വാല്യൂസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ശരി, ഫസ്റ്റിനെ b കൊണ്ട്, പിന്നെ a കൊണ്ട്, പിന്നെ a കൊണ്ട്, പിന്നെ b കൊണ്ട്. ഇവിടെ 1 1 ആണെങ്കിൽ ഇവിടെ 1 1, ഇവിടെ 2 2 ആണെങ്കിൽ ഇവിടെയും 2 2. മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റിൽ എ ടേംസ് ആണ് വരേണ്ടത്, പുറത്ത് ബി ആയതുകൊണ്ട് അകത്ത് എ ആയിരിക്കണം. അപ്പോൾ എ കഴിഞ്ഞ് ഇനി എന്തെഴുതും? ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഡയറക്ഷൻ ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ആദ്യം a21, അപ്പോൾ എഴുതി a21. എ ടേംസ് എപ്പോഴും ആഡേ ചെയ്യുള്ളൂ, അപ്പോൾ പ്ലസ്. അടുത്ത ഇത്, അപ്പോൾ എഴുതി a22. ക്ലോസ്. ഫസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? a11 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അകത്ത് ബി ടേംസ് ആണ്. ബി ആണെങ്കിൽ അവരുടെ സബ്ട്രാക്ഷനാണ് എഴുതേണ്ടത്. ഓക്കെ, ബി എഴുതി. ബിയുടെ ഏത്? 2 ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്, മുകളിൽ താഴോട്ട്. അതായത് b12 വേണം ആദ്യം എഴുതാൻ. b12 മൈനസ് b22. സിമ്പിൾ. തേർഡ് ഇക്വേഷൻ a22 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അകത്ത് ബി ടേംസ് ആയിരിക്കണം, അതുകൊണ്ട് അവരുടെ സബ്ട്രാക്ഷനുമാണ് എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെ എഴുതാം? 3 എന്ത് ചെയ്യേ? 3 താണ്ടേ, 3 മുകളിലേക്കാണ് പോയത്. അതായത് ആദ്യം ഇത് എഴുതണം. അപ്പോൾ b21 മൈനസ് b11 കഴിഞ്ഞു. ഇനി ഫോർത്ത് ഇക്വേഷൻ, ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ട് അകത്ത് ഏതുകൊണ്ട് അവരുടെ അഡീഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർത്ത് ഇക്വേഷൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുന്ന് ആദ്യം എടുക്കുക a11 പ്ലസ് a12 കഴിഞ്ഞു. m1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. m2, m3, m4, m5 ഇത്രയും വാല്യൂസും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസിൻ്റെ ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇനി m6ഉം m7ഉം കൂടെ കണ്ടുപിടിച്ചാൽ മതി. നമുക്കത് നോക്കാം എങ്ങനെയാണ് m6ഉം m7ഉം കണ്ടുപിടിക്കുന്നതെന്ന്. നോക്കിക്കൊള്ളുക. ആദ്യം m6 ഒന്ന് നോക്കാം. m6ഉം m7ഉം കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡാണിത്. അതിൽ ഈ 2 ഭാഗങ്ങളും m6നുള്ളതാണ്, ഈ 2 ഭാഗങ്ങളും m7നുള്ളതാണ്. നമ്മൾ എങ്ങനെ എഴുതും? നോക്കിക്കോ. ഫസ്റ്റ് ടേമിൽ എ ആണ്, സെക്കൻഡ് ടേമുകളിൽ ബി ടേംസ് ആണ്. ഇവിടെയും ഫസ്റ്റ് ടേമിൽ എ, സെക്കൻഡ് ടേമിൽ ബി, അതിന് മാറ്റമൊന്നുമില്ല. ആദ്യത്തെ ടേമിനകത്ത് എ ടേമുകളും പിന്നത്തിനകത്ത് ബി ടേമുകളും. ഇവിടെയും ആദ്യം എ ടേമുകൾ പിന്നെ ബി ടേമുകൾ. രണ്ടിടത്തും നമ്മൾ പ്രോഡക്റ്റാണ് ചെയ്യേണ്ടത്. ഇതിനുള്ളിലെ വാല്യൂസ് എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എ ടേമുകളാണെങ്കിൽ അവരെ സബ്ട്രാക്ഷൻ ചെയ്ത് വേണം എഴുതാൻ. ബി ടേമുകളാണെങ്കിൽ അവരെ ആഡ് ചെയ്ത് വേണം എഴുതാൻ. അതായത് ഇവിടെ m2 മുതൽ m5 വരെയുള്ള ഇക്വേഷൻസിൽ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ്. ഇവിടെ എ ടേമുകൾക്കാണ് സബ്ട്രാക്ഷൻ, ബി ടേമുകൾക്ക് അഡീഷനും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, 2 പേർക്കും എ ടേമുകളുമുണ്ട് ബി ടേമുകളുമുണ്ട്. ഇതിനെ രണ്ടിടത്തും മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. എ ടേംസ് ആണെങ്കിൽ സബ്ട്രാക്റ്റും ചെയ്യണം, ബി ടേംസ് ആണെങ്കിൽ ആഡും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? ഇനി ഈ വാല്യൂസ് എന്താണ്, എങ്ങനെ എഴുതും എന്ന് മാത്രം പഠിച്ചാൽ മതി. നോക്കാം. ആദ്യം m6 പറയാൻ പോവുക. ഈ മെത്തേഡ് നോക്കിക്കോ. ഇവിടെ m6 എഴുതിയിട്ടുണ്ട്, m6a എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ 2 ഭാഗങ്ങളാണ് m6ൻ്റെ ഇക്വേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്.
താഴെ നിന്ന് മുകളിലേക്കാണ് ആദ്യം പോകേണ്ടത്. അപ്പം നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് A21 മൈനസ് A11. എന്താ പറഞ്ഞത്? ഇവിടെ എ ടേമാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? A21 മൈനസ് A11. അപ്പോൾ ഫസ്റ്റ് ഈ ഭാഗം കഴിഞ്ഞു. ഇൻറ്റു വീണ്ടും ഇനി ബി ടേമുകൾ B11 പ്ലസ് B12. അപ്പോൾ എ ടേമുകളാണെങ്കിൽ മൈനസ് ചെയ്യണം, ബി ടേമുകളാണെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ്? A21 മൈനസ് A11 ഇൻറ്റു B11 പ്ലസ് B12. അത്രയും ചെയ്താൽ ഏത് കിട്ടും? M6 കിട്ടും. ഇനി M7 ആണ്. ഓക്കെ, ആദ്യം ഇത് പിന്നിത്. അപ്പോൾ എഴുതാം. മുകളിൽ താഴോട്ടാണ്. A12 മൈനസ് A22. A12 മൈനസ് A22. എ ടേം കഴിഞ്ഞു. ഇൻറ്റു ഇനി ബി ടേം ഇവിടെ നിന്ന് ഇങ്ങോട്ട് B21 പ്ലസ് B22 കഴിഞ്ഞു. അപ്പം എ ടേമുകൾ എടുക്കേണ്ടത് ഈ രണ്ടെണ്ണം. എ ടേമുകൾ എപ്പോഴും സബ്ട്രാക്റ്റ് ചെയ്യുക. അതേ ഇൻറ്റു ബി ടേമുകൾ. ബി ടേമുകൾ എടുക്കുമ്പോൾ ഈ രണ്ടെണ്ണമാണ് എടുക്കേണ്ടത്. അവയെ ആഡും ചെയ്യുക. അപ്പോൾ M6 കിട്ടി. അത് കഴിഞ്ഞ് M7 ഇതാണ് എ ടേമുകൾ. എ ടേമുകളെ സബ്ട്രാക്റ്റ് ചെയ്യണം. അതേ ഇൻറ്റു ബി ടേമുകൾ. ബി ടേമുകളെ പ്ലസും ചെയ്യണം. അങ്ങനെ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങളങ്ങ് പഠിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് M1 മുതൽ M7 വരെയുള്ള ഇക്വേഷൻസ് പഠിക്കാവുന്നതാണ്. ഇനി ഈ ഓരോ ഇക്വേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുന്ന 7 കോൺസ്റ്റൻസ് ആണ് M1 മുതൽ M7 വരെയുള്ളത്. ഈ 7 കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സി എന്ന മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടുന്നതാണ്. അതായത് ഇവിടെ ഞാൻ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് നോക്കാം. എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ലെറ്റ് us കൗണ്ട്. ഇവിടെ 1 2 3 4 5 6 7. വെറും 7 മൾട്ടിപ്ലിക്കേഷൻസ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ബട്ട് ഐ ഗോട്ട് ദ റിസൾട്ട്. മനസ്സിലായോ? അപ്പോൾ നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ 8 മൾട്ടിപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് കോംപ്ലക്സിറ്റി കൂടുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു പുതിയ അൽഗോരിതം ഡിവൈസ് ചെയ്തു. അതിൻ്റെ പേര് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. ഇവിടെ വെറും 7 മൾട്ടിപ്ലിക്കേഷൻസ് മതി. 7 മൾട്ടിപ്ലിക്കേഷന് വേണ്ടി അയാൾ 7 കോൺസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓരോ കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കാൻ ഓരോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട 7 മൾട്ടിപ്ലിക്കേഷൻസും ഒരു പ്രത്യേക രീതിയിൽ ഇക്വേഷൻ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സി എന്ന മെട്രിക്സ് റിസൾട്ടായി കിട്ടി. ഇത് 2x2 മെട്രിക്സുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഹയർ ഓർഡർ മെട്രിക്സുകൾക്ക് ഇത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് 7 കോൺസ്റ്റൻസ് കണ്ടുപിടിച്ച ശേഷം ഈ കോൺസ്റ്റൻസിനെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ 2 2x2 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ടൻ 2x2 മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ഇതായിരുന്നു സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അൽഗോരിതത്തിൻ്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈൻ ടെക്നിക് ഏതാണ്? സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യുവാനായി നമ്മൾ ഉപയോഗിച്ച ഡിസൈൻ ടെക്നിക്കിൻ്റെ പേരാണ് ഡിവൈഡ് ആൻഡ് കോൺകർ. കാരണം ഒരു വലിയ പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായി അതിനെ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എന്ത് ചെയ്യും? നമ്മുടെ സബ് പ്രോബ്ലംസ് ദാ കിടക്കുന്നു. ഈ 7 സബ് പ്രോബ്ലംസായി ഞാൻ ആ വലിയ പ്രോബ്ലത്തിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് 2 2x2 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ മൾട്ടിപ്ലിക്കേഷൻ നടത്തുവാനായി ഞാൻ ആ പ്രോബ്ലത്തിനെ ചെറിയ സബ് പ്രോബ്ലംസായി ആദ്യം സ്പ്ലിറ്റ് ചെയ്യുകയും പിന്നീട് ഈ ഓരോ പ്രോബ്ലത്തിനെ സെപ്പറേറ്റ്ലി സോൾവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 7 പ്രോബ്ലംസിനും അതിൻ്റേതായ 7 സബ് സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സബ് സൊല്യൂഷൻസിനെ കമ്പൈൻ ചെയ്ത് ഞാൻ ഫൈനൽ റിസൾട്ട് കണ്ടെത്തുകയും ചെയ്തു. സോ സിംപ്ലി സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഡിസൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്കാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.
ഇവിടെ ഏതാണ്ട് 2 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഈ മെട്രിക്സുകളെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം യൂസിങ് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം നമുക്കറിയാം സി എന്ന മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തേ മതിയാകും അല്ലേ? ഓക്കെ, അപ്പോൾ C11 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ 4 വാല്യൂസ് കണ്ടുപിടിച്ച് അവയെ സമ്മപ്പ് ചെയ്യണം. അതേപോലെ C12ന് ഈ 2 വാല്യൂസാണ് ആവശ്യം. C21 ഈ വാല്യൂസും C22ന് ഈ വാല്യൂസും വേണം. ഇവയിലൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് M1 മുതൽ M7 വരെയുള്ള കോൺസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോൺസ്റ്റൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോ കോൺസ്റ്റൻസിനെയും എങ്ങനെ കണ്ടെത്തണം എന്നുള്ള ഇക്വേഷൻ നമ്മൾ മുകളിൽ നോക്കിയല്ലോ. അതാത് കോൺസ്റ്റൻറ്റിന് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഈ മെട്രിക്സുകളിൽ നിന്ന് നമ്മൾ 7 കോൺസ്റ്റൻസ് കണ്ടെത്തുന്നു. ഓക്കെ, അങ്ങനെ M1ഉം M2ഉം M3യും പിന്നീട് M4 മുതൽ M7 വരെയുള്ള എല്ലാ വാല്യൂസും കണ്ടുപിടിച്ച ശേഷം ഇവയെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഫൈനൽ C എന്ന പ്രോഡക്റ്റ് മെട്രിക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു.